പാലക്കാട് കഞ്ചിക്കോട് ഇരുചക്ര വാഹന യാത്രികന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. എഞ്ചിൻ ഓഫായ വാഹനം ഉപേക്ഷിച്ച് ഓടിയതിനാൽ യുവാവിന് ജീവൻ തിരിച്ചു കിട്ടി. വാഹനം ആന തകർത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ പ്രമേഷ് ഉണ്ട് വിവരങ്ങളുമായി പാലക്കാട്. നിഖിൽ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഈ സംഭവം. നമുക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തകന്റെ ജീവൻ നഷ്ടമായതിന്റെ വലിയ വേദന നമ്മുടെ മുന്നിലുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം. മലമ്പുഴ കഞ്ചിക്കോട് മേഖലകളിൽ കഴിഞ്ഞ കുറേ അധികം ദിവസമായി കാട്ടാനകളുടെ സ്വൈര്യവിഹാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലകളിലടക്കം നിരന്തരം ഇവ എത്തുന്നുണ്ടായിരുന്നു. വെള്ളവും മറ്റും അന്വേഷിച്ചാണ് ഈ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. അതിൽ PT-14 അടക്കമുള്ള ആനയ്ക്ക് ഇപ്പോൾ മതപ്പാടുള്ള സമയം കൂടിയാണ്. എന്തായാലും ഒരു ഇരുചക്ര വാഹന യാത്രികൻ തലനാരിഴക്കാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. ധോണി സ്വദേശി ബിനോയ് സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. കഞ്ചിക്കോട് നിന്നും ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകും വഴിയാണ് ബിനോയ്ക്ക് നേരെ ഈ കാട്ടാന പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇരുചക്ര വാഹനം ഓഫായതോടെ യുവാവ് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാട്ടാനയ്ക്ക് തൊട്ടു മുന്നിൽ എത്തിയപ്പോഴാണ് ഈ വാഹനം ഓഫാകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇദ്ദേഹം വനംവകുപ്പ് ഓഫീസിൽ അഭയം തേടുകയായിരുന്നു. കഞ്ചിക്കോട് മലമ്പുഴ പാതയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോഴും ഈ വനംവകുപ്പ് ഓഫീസിൽ തന്നെ തുടരുകയാണ്. ആനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ മുക്തനായിട്ടില്ല എന്നുള്ളതാണ് ബിനോയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.